വെറും 3 ദിവസം കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. റിസൾട്ട് വേണ്ടവര് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ വെറും 3 ദിവസം കൊണ്ട് റീപ്രോഗ്രാം ചെയ്യുന്നതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകാൻ നിങ്ങളുടെ സബ് കോൺഷ്യസിന് കഴിവുണ്ട്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് അത്രയ്ക്ക് പവർഫുൾ ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മളുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ്, അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതിനെല്ലാം ബ്ലോക്കായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാല് പലരും അത് വിശ്വസിക്കില്ല. കാരണം അത് അവർക്ക് അറിയില്ല. ഇനി കുറച്ചു പേർക്കൊക്കെ അത് അറിയാം, പക്ഷെ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് അറിയില്ല. ആക്ച്വലി നമ്മുടെ സബ് കോൺഷ്യസിനെ നമുക്കൊരു GPS ആയിട്ട് ഉപമിക്കാം. അതായത് നമ്മുടെ സബ് കോൺഷ്യസിൽ കുറച്ച് ബിലീഫ് സിസ്റ്റം കൊണ്ട് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പോലും അവെയർ അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ GPS നമുക്ക് ആവശ്യമില്ലാത്തൊരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നതെങ്കിലോ അത് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടെത്തിക്കുകയല്ലേ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഡൗട്ട്, ദാരിദ്ര്യം, അതുപോലെ തന്നെ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് ബിലീഫ്സ് ആണ് കൊണ്ടു നടക്കുന്നതെങ്കിലോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാതെ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയായിരിക്കും? നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്ന നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലായിരിക്കും. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് അറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്ന്, പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. നിങ്ങൾ അങ്ങനെയുള്ളവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. കാരണം എന്താണെന്നോ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ GPS ഡെസ്റ്റിനേഷൻ മാറ്റി കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുന്നത് പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വേണ്ട ദിശയിലേക്ക് ട്രെയിൻ ചെയ്ത് തിരിച്ചു വെക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും പേഴ്സണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻസ് എടുക്കാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമുക്ക് ചുറ്റുമുള്ള റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ 95% ചിന്തകളും നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങളും നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങൾക്കും പ്രവർത്തികൾക്കും എല്ലാം കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കത് തള്ളിക്കളയാനാവോ? ഇല്ല. പക്ഷെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓട്ടോ പൈലറ്റ് മോഡിൽ അതിനിഷ്ടമുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, അതിനിഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള റിയാലിറ്റി നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല നമുക്ക് ചുറ്റുമുള്ള റിയാലിറ്റി ക്രിയേറ്റ് ആവുന്നത്. അതായത് ഒരു 7 വയസ്സുകാരന്റെ തീരുമാനങ്ങൾക്ക് നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട്? നമ്മൾ 7 വയസ്സുകാരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമോ? ഇല്ലല്ലോ. കാരണം എന്താ? ആ കുട്ടിക്ക് അത്രേ അറിവുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ സബ് കോൺഷ്യസ് ബിലീഫുകളെല്ലാം 7 വയസ്സിന് മുന്നേ ഫോം ചെയ്തതാണെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്താ തോന്നുക? അതായത് ഞാൻ പറയുന്നതല്ല കേട്ടോ, TA പ്രകാരം, ട്രാൻസാക്ഷണൽ അനാലിസിസ് പ്രകാരം അത് അറിവുള്ള ആളുകള്, സൈക്കോളജിസ്റ്റുമാര് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. 7 വയസ്സിന് മുന്നെയാണ് ഒരു കുഞ്ഞിന്റെ മനസ്സിലെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങളെല്ലാം രൂപപ്പെട്ടു വരുന്നത്. അതായത് 3 വയസ്സ് വരെ അവർക്ക് ഒരു ബരിയറുമില്ല, ലോജിക്കൽ ബരിയർ എന്ന് പറയുന്ന സംഭവം അവർക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഒരു സ്പോഞ്ച് പോലെ ഒപ്പി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് ഡയറക്ട്ലി പോവുക. അപ്പോ അതെല്ലാം അവരുടെ ഉള്ളിൽ ഓരോ ബിലീഫായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് 7 വയസ്സ് വരെ ഈ ലോജിക് ബരിയർ ഭയങ്കര മൈൽഡ് ആയിരിക്കും. അപ്പൊ ഒരു പരിധി വരെയുള്ള കാര്യങ്ങളെല്ലാം അവരെ വിശ്വസിക്കും. അന്ന് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എടുത്തു വെച്ച തീരുമാനമാണ് ഇന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? അതിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും, അല്ലെ? ചെറുപ്പം മുതലേ പണം മരത്തിൽ കായ്ക്കില്ല എന്ന് കേട്ട് വളർന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടാവുക? പണം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ
ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് ചെറുപ്പം മുതലേ കണ്ടു വളർന്നിട്ടുള്ളതെങ്കിൽ റിലേഷൻഷിപ്പ് എല്ലാം പെയിൻഫുൾ ആണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കുട്ടി ഭാവിയിൽ ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെയാണ് ചെന്നപ്പെടുക. അതുപോലെ ചില കുട്ടികൾ ചെറുപ്പം തൊട്ടേ കേട്ട് വളർന്നിന നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും അവർ എന്ത് വിജയത്തിലെത്തിയാലും അവരവരുടെ വിജയത്തെ താഴ്ത്തിക്കിട്ടും, അല്ലെങ്കിൽ അവരുടെ കഴിവിനെ അവരെ താഴ്ത്തിക്കിട്ടും. ഒരിക്കലും അവര് സക്സസ്ഫുൾ ആണെന്ന് അവര് തന്നെ ഉള്ളിൽ വിശ്വസിക്കില്ല. അവർക്ക് അതിന് അർഹതയില്ല എന്നൊരു തോന്നലായിരിക്കും അവരുടെ ഉള്ളിൽ എപ്പോഴും. ഈ വിശ്വാസങ്ങളൊന്നും സത്യമല്ല എന്നുള്ളത് ഈ കുട്ടിക്ക് പോലും അറിയില്ല. കാരണം ഈ കുട്ടി സ്ഥിരമായിട്ട് ഇത് കേട്ട് അത് അവന്റെ മെന്റൽ പ്രോഗ്രാമിന്റെ ഭാഗമായി കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരും ആ കുട്ടികളാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബിലീഫ്സ് കടന്നുകൂടിയിട്ടുണ്ടാകാം. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ ബിലീഫ്സിനെ നമ്മൾ തിരിച്ചറിയണം. ഇത് ഒരിക്കലും സത്യമായ കാര്യങ്ങളല്ല, ഇതെല്ലാം ജസ്റ്റ് നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ മനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചിന്തകളാണ് നമ്മളെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫിനെ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫിനെ കണ്ടുപിടിക്കുക? അതിന് 3 ശക്തമായ വഴികളാണ് ഉള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുക. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സ്ട്രഗിൾ എന്ന്, നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ പാറ്റേൺ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രഗിളിന്റെ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക. കാരണം ആ സ്ട്രഗിളിന്റെ പുറകില് നമ്മുടെ ബിലീഫ് തന്നെയാണ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. നമ്മളെ ആരാണെങ്കിലും നമ്മളുടെ ഉള്ളില് അങ്ങനെ വേണ്ടായിരുന്നു, ഇത് ചെയ്യണ്ടായിരുന്നു, അത് ചെയ്തത് മോശമായി പോയി, ഇങ്ങനെ നമ്മളോട് തന്നെ ഉള്ളില് നമ്മളൊരു സംസാരം നടത്താറുണ്ട് നമ്മുടെ മനസ്സിൽ. ഇങ്ങനെ നമ്മളോട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ക്രൈസിസോ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളോട് തന്നെ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അത് നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫിന്റെ ഭാഗമാണ്. ചിലപ്പോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ ഇപ്പൊ എന്ത് ചെയ്താലും ഇങ്ങനെ ഞാൻ എല്ലാം കുളമാക്കും, ഇങ്ങനെയെല്ലാം നമ്മുടെ ഉള്ളിൽ ചിലപ്പോ വരാറില്ലേ? ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫിന്റെ ഭാഗമാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അതായത് 3ാമത്തെ വഴി എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നങ്ങൾ ഉള്ളത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ വിജയത്തെ കുറിച്ച്, നിങ്ങളുടെ വെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പണത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, നിങ്ങളുടെ ഹാപ്പിനെസിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും എവിടെയാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ധാരണകളും നിങ്ങൾ എഴുതുക. ഒരു ബുക്കിൽ എഴുതുക. ഓരോ ഹെഡിങ് കൊടുക്കുക. ഹെൽത്തിനെ കുറിച്ചുള്ള എന്താണ് നിങ്ങളുടെ ധാരണ, മണിയെ കുറിച്ച്, അങ്ങനെ ഓരോന്നിനെ കുറിച്ച് നിങ്ങൾ എഴുതുക. എപ്പോഴും ഓർക്കുക, നിങ്ങൾ എന്ത് ചെയ്താലും എപ്പോഴും നിങ്ങൾ സിൻസിയർ ആയിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് വേണം എഴുതാനായിട്ട്. കാരണം ഇത് മറ്റാരെയും കാണിക്കാനല്ല, നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് പാറ്റേണിനെയും ബിലീഫിനെയും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പാതി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫിനെ ചേഞ്ച് ചെയ്യാന്നുള്ളത്. എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസിന്റെ പ്രോഗ്രാമിങ്ങിനെ നമുക്ക് മാറ്റാൻ പറ്റുക? നമ്മളുടെ ഈ പഴയ തോട്ട്സിന്, പഴയ ബിലീഫ്സിന് പകരമായിട്ട് നമ്മൾ പുതിയ തോട്ട്സിനെ, പുതിയ ബിലീഫിനെ സബ് കോൺഷ്യസിലേക്ക് കൊടുക്കുക. അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മുടെ പുതിയ തോട്ട്സിനെ റെപ്പറ്റീഷൻ വഴിയായിട്ടും നമ്മൾ ആക്ഷൻസ് വഴിയായിട്ടും അതിനെ റീഇൻഫോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ 3 ദിവസം കൊണ്ട് അത് നമ്മുടെ നോർമൽ തോട്ട്സ് ആയിട്ട് മാറും. ഇത് നെവിലെ ഗോഡാർഡ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ മനസ്സ് എന്ത് വിശ്വസിക്കുന്നു അത് നമ്മുടേതായി കഴിഞ്ഞു. അപ്പൊ ഒരു ബിലീഫിനെ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാനൊരു അട്ടർ ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് എഴുതേണ്ടത്? ഞാൻ കേപ്പബിൾ ആണ്, എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ സക്സസ്ഫുൾ ആണ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സ് വീണ്ടും നമ്മളെ പഴയതിലേക്ക് കൊണ്ടുപോകാൻ നോക്കും, അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാൻ കേപ്പബിൾ ആണ്, ഓരോ ദിവസവും ഞാൻ ബെറ്റർ ആൻഡ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്ത് ഞാൻ
വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് ഓരോ ദിവസവും നിമിഷവും ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയണം. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരാളോട് പെട്ടെന്ന് ഐ ആം സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സത് വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് അയാൾക്ക് ആ വിശ്വാസം മനസ്സിലില്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ കേപ്പബിൾ ആണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്, അനുനിമിഷം ഞാൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പതിയെ പതിയെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ വിശ്വാസത്തെ കൊണ്ടെത്തിക്കും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ വിശ്വാസമില്ലാതെ നമ്മൾ എത്ര അഫർമേഷൻസ് പറഞ്ഞിട്ടും സബ് കോൺഷ്യസ് റീപ്രോഗ്രാം ആവില്ല. ഞാൻ റിച്ച് ആണ് എന്ന് പറയുന്ന ഒരാള് മനസ്സിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, എനിക്കിപ്പോഴും ഒന്നുമില്ലല്ലോ കയ്യില് എന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ അയാളുടെ അഫർമേഷൻ അവിടെ ഫലിക്കില്ല. അതിന് പകരം അയാൾക്ക് പറയാം, ഞാൻ എങ്ങനെയാണ് കൂടുതൽ ധനം എന്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും ബെറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആണ് എന്റെ ജീവിതത്തിൽ എടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഞാൻ റിച്ച് ആണ് എന്ന് പറയുന്ന അത്ര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള അഫർമേഷൻസിനെ മൈൻഡ് റിജക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ വിഷ്വലൈസേഷനും അതിന്റെ ഫീലിങ്സും ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ഈ അഫർമേഷൻസ് പറയുമ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണ്, അതായത് നമ്മൾ പറയുന്ന അഫർമേഷൻ ഇപ്പൊ ഞാൻ സക്സസ്ഫുൾ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് കാര്യത്തിലാണോ സക്സസ് വേണ്ടത് അത് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, ആ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നത്, ഇത് കണ്ണടച്ചുകൊണ്ട് നമ്മൾക്ക് മനസ്സിൽ കാണാൻ പറ്റണം. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം നമുക്ക് ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. ഇതാണ് വിഷ്വലൈസേഷൻ ഇഫക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ അഫർമേഷൻസ് ഡെയിലി പറയുന്നതെങ്കിൽ വെറും 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് ബിലീഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ട അഫർമേഷൻസ് പറയുക. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അതിനുവേണ്ടി എടുക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന്, കോൺഫിഡൻസ് കുറഞ്ഞ ഒരാള് ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ചെറിയൊരു കാര്യം അത് നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുക കൂടി ചെയ്യാം. അപ്പൊ അയാൾ മറ്റുള്ളവരോട് സംസാരിക്കാത്ത ഒരാളാണെങ്കിൽ പോയിട്ട് നേരിട്ട് ഒരാളോട് സംസാരിക്കുക. ചെറിയ ചെറിയ ആക്ഷൻസ് ഓരോ ദിവസവും എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ വിശ്വാസം കൂടി വരും. കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാള് സംസാരിക്കാനായിട്ട് ഭയമാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ എല്ലാവരുടെയും ചെറിയൊരു ഗ്രൂപ്പില് ചെറിയ ഒരു 2-3 സെന്റൻസ് സ്വന്തമായിട്ട് അഭിപ്രായമായിട്ട് എഴുന്നേറ്റ് നിന്ന് പറയാൻ ശ്രമിക്കുക. ഇതെല്ലാം നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ 3 ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ പാറ്റേൺ മാറാൻ തുടങ്ങും. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് പഴയ സർക്കംസ്റ്റൻസസിനോട് പഴയ ബിലീഫിനോട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യണം. അതാണ് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക. നമ്മൾ വിശ്വാസത്തോടു കൂടി കൃത്യമായിട്ട് ചെയ്താൽ 72 hours മതി നമുക്ക് നമ്മുടെ ബിലീഫിനെ റീപ്ലേസ് ചെയ്യാനായിട്ട്. നിങ്ങൾ എന്ത് ബിലീഫാണ് ചേഞ്ച് ആക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിനെ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിലീഫ് നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.